ഹരിത അമ്മു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2.5 വർഷമായി, മോന് 5 വയസ്സുണ്ട്. ഏഹ് എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു വേദന, ഇപ്പോഴുമാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ എണീറ്റ് നിന്നു എന്ന് എനിക്കറിയില്ല. തളർന്നു പോകുമ്പോൾ എന്തോ ഒന്ന് താങ്ങി നിർത്തുന്നുണ്ട്. എനിക്കറിയാം അതെൻ്റെ ഗുരുവായൂരപ്പനാണ് എന്ന്. എനിക്ക് ഓവറിയിൽ 2 സിസ്റ്റ് ഉണ്ട് ചേച്ചി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ കുറേ ദിവസമായി വല്ലാത്ത അസ്വസ്ഥത, ഹസ്ബൻഡിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പോൾ വല്ലാതെ മനസ്സിന് നല്ല വിഷമമാണ്. ഞാൻ എൻ്റെ ഭഗവാനോടാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും സന്തോഷവും എല്ലാം പറയുന്നത്. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് എനിക്ക് കുറേ അനുഭവത്തിലൂടെ തെളിയിച്ചും തന്നിട്ടുണ്ട്. ഞാൻ എന്നും നാരായണനാമം ചൊല്ലും, ഒരു ബുക്കിൽ എഴുതുന്നുമുണ്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കാനായിട്ട്. നാരായണീയം പഠിച്ചിട്ടൊന്നുമില്ല, തെറ്റുകളൊക്കെ ഉണ്ടാവും, എങ്കിലും അറിയുന്ന പോലെ ചൊല്ലുന്നുണ്ട്. ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ, എനിക്കും മോനും ആശ്രയമായിട്ട്. ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ. അമ്മ മാത്രമേ പക്ഷെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൂ. ആരും ഇല്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ ഉണ്ടാകും ഇല്ലേ ചേച്ചി? ഞാൻ ഈ ജന്മത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആരും നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും എന്താണ് ചേച്ചി എനിക്ക് ഇങ്ങനെയൊക്കെ വന്നേ? സവതേച്ചി, എനിക്ക് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പേടി തോന്നുന്നുണ്ട് വല്ലാതെ. എൻ്റെ മോൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താകും എന്നോർത്തിട്ടാണ്. ഭഗവാന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെയും മോൻ്റെയും ജീവിതം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ. ചേച്ചി ഇതൊന്ന് വായിക്കണേ, ചേച്ചിയുടെ മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി വിഷമിക്കേണ്ടെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കുട്ടിയുടെ കൂടെ എപ്പോഴും ഗുരുവായൂരപ്പൻ ഉണ്ടാവും. കാരണം കുട്ടി ഉറച്ചു വിശ്വസിച്ച് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കണം. ആ വിശ്വാസം മാത്രം മതി ജീവിതത്തിൽ ഇനി ഒരിക്കലും തോറ്റു പോവാതിരിക്കാൻ. ആ കുട്ടിയുടെ ജീവിതം ആലോചിച്ചിട്ടൊന്നും ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. മോന്റെ കാര്യങ്ങളൊക്കെ ശ്രീ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കൂ. ഗുരുവായൂരപ്പൻ വേണ്ടതുപോലെ നേരെയാക്കി തരും. നാരായണ കവച മന്ത്രം മുടങ്ങാതെ ചൊല്ലിക്കോളൂ. അത് ഉത്തമമാണ് എല്ലാത്തിനും. ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വലയം ഈ അമ്മയുടെയും മോൻ്റെയും കൂടെ എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ മാത്രമല്ല, നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഈ ഒരു മെസ്സേജിൻ്റെ താഴെ തന്നെ അനേകം പേര് ഹരിതയ്ക്ക് ആശ്വാസവുമായി വന്നിട്ടുണ്ട്. അവരോടും എനിക്ക് നന്ദി തന്നെയാണ് പറയാനുള്ളത്. ശ്രീ ഗുരുവായൂരപ്പൻ എപ്പോഴും ഹരിതയുടെയും മോൻ്റെയും കൂടെ ഉണ്ടാവട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ.